നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പുതിയതും ഒരുപക്ഷെ ഏറ്റവും വിചിത്രവുമായ ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ്. ഒരു വശത്ത് ഇറാൻ, മറുവശത്ത് അവരുമായി ഒരു യുദ്ധം ഒഴിവാക്കാൻ വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരുന്ന ഗൾഫ് രാജ്യങ്ങൾ. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ആദ്യത്തെ ചോദ്യം. ഇറാനുമായി നല്ല ബന്ധം പുലർത്താനും ഒരു വലിയ സംഘർഷം ഒഴിവാക്കാനും ശ്രമിച്ച രാജ്യങ്ങളിൽ തന്നെ ഇറാൻ എന്തിനാണ് മിസൈലുകൾ അയച്ച് ആക്രമിക്കുന്നത്? ഇതിലെന്താ ഒരു യുക്തി? ഇനി ഈ കഥയുടെ മറ്റേ വശം നോക്കാം. ഇത്രയധികം ആക്രമണങ്ങളുണ്ടായിട്ടും ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തരും സമ്പന്നരുമായ ഗൾഫ് രാജ്യങ്ങൾ എന്തുകൊണ്ടാണൊരു ചെറിയ തിരിച്ചടി പോലും കൊടുക്കാതെ സംയമനം പാലിക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. അപ്പോ എങ്ങനെയാണ് കാര്യങ്ങളെ ഇത്രയും വഷളായത്? നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. വർഷങ്ങളായി ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമായി ചർച്ചകൾ നടത്തി ഒരു യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ 2026 ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിൽ ഒരു സൈനിക നടപടി തുടങ്ങി. ഇതിന് പ്രതികാരമെന്നോണമാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്കാദ്യം ഇറാന്റെ ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു യുക്തിയും തോന്നാത്ത ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇറാൻ ഔദ്യോഗികമായി പറയുന്ന കാരണമിതാണ്. ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്, അവിടെ നിന്നാണ് തങ്ങൾക്കെതിരെ ആക്രമണം വരുന്നതെന്നാണ് അവരുടെ വാദം. ഇറാന്റെ ഈ പ്രസ്താവന ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. UN ചാർട്ടർ പ്രകാരം സ്വയം പ്രതിരോധിക്കാൻ ഏതൊരു രാജ്യത്തിനും അവകാശമുണ്ട്. അപ്പോൾ തങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളെ തിരിച്ചാക്രമിക്കുന്നത് തികച്ചും നിയമപരമാണെന്നാണ് ഇറാൻ വാദിക്കുന്നത്. പക്ഷേ ഈ സൈനിക താവളങ്ങൾ ആക്രമിക്കുന്നത് മാത്രമല്ല അവരുടെ ലക്ഷ്യം, അതിലും വലിയൊരു കളിയാണ് അവർ കളിക്കുന്നത്. ഇവിടെയാണ് ഇറാന്റെ യഥാർത്ഥ ഗെയിം പ്ലാൻ നമുക്ക് മനസ്സിലാവുന്നത്. ഗൾഫ് മേഖലയെ മുഴുവൻ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുക. അമേരിക്കയുമായി സഹകരിച്ചാൽ ഇതായിരിക്കും ഫലം എന്ന് ഗൾഫ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക. അതുവഴി ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്താൻ അമേരിക്കയുടെ മേലെ സമ്മർദ്ദം ചെലുത്താൻ ഈ രാജ്യങ്ങളെ നിർബന്ധിക്കുക. ഇനി ഇറാന്റെ അടുത്ത ലക്ഷ്യം സാമ്പത്തികമാണ്. ഒരു പ്രത്യേക സ്ഥലത്തെ ആക്രമിക്കുന്നതിലൂടെ അവർ ലോകത്തിനു മുഴുവൻ ഒരു സന്ദേശം കൊടുക്കുകയാണ്. ഒരു പ്രമുഖ വിദഗ്ധൻ പറയുന്നതുപോലെ ദുബായിയെ ആക്രമിക്കുന്നത് വെറുതെയല്ല, അത് പാശ്ചാത്യ ലോകത്തിനുള്ള ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ്. ആഗോള വ്യാപാരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രത്തെ ആക്രമിക്കുന്നതിലൂടെ ഈ യുദ്ധത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതം ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇറാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു സാധാരണ യുദ്ധമല്ല, ഇതൊരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. തങ്ങളുടെ ഭരണകൂടം തന്നെ അപകടത്തിലാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കയ്യിലുള്ള അവസാനത്തെ ആയുധം ഉപയോഗിച്ചാണെങ്കിലും ഒരു ഓൾ ഔട്ട് അറ്റാക്കിന് അവർ നിർബന്ധിതരാവുകയാണ്. ശരി, ഇനി നമുക്ക് കഥയുടെ മറ്റേ ഭാഗത്തേക്ക് വരാം. എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ ഇത്രയധികം സംയമനം പാലിക്കുന്നത്? അവരുടെ ഈ നിശബ്ദതയ്ക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ തന്ത്രം വളരെ ലളിതമാണ്. സംരക്ഷിക്കുക, തിരിച്ചടിക്കാതിരിക്കുക. ഒരു തുറന്ന യുദ്ധത്തിന് അവർ തയ്യാറല്ല. പകരം തങ്ങളുടെ രാജ്യങ്ങളെയും അവിടത്തെ ജനങ്ങളെയും വരുന്ന ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിലാണ് അവരുടെ മുഴുവൻ ശ്രദ്ധയും. ഈ കണക്ക് കേൾക്കുമ്പോൾ തന്നെ അവരുടെ പ്രതിരോധം എത്ര വലുതാണെന്ന് മനസ്സിലാകും. UAE മാത്രം 174 ബാലിസ്റ്റിക് മിസൈലുകളും 600-ലധികം ഡ്രോണുകളുമാണ് തകർത്തത്. ഇത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളുടെ കാര്യക്ഷമതയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ തിരിച്ചടിക്കാത്തത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഇത് അവരുടെ യുദ്ധമല്ല എന്നവർക്ക് നന്നായിട്ടറിയാം. രണ്ടാമത്, ഒരു തിരിച്ചടി അവരുടെ സമ്പദ്വ്യവസ്ഥയെ തകർക്കും. പിന്നെ ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അവർക്ക് താങ്ങാനാവില്ല. പോരാത്തതിന് ഭാവിയിലൊരു സമാധാന ചർച്ച വന്നാൽ അതിൽ മധ്യസ്ഥത വഹിക്കാനുള്ള ഒരു സാധ്യതയും അവർ കാണുന്നുണ്ട്. അപ്പോൾ ഇറാന്റെ ഈ വലിയ ചൂതാട്ടം വിജയിച്ചോ, അതോ അതൊരു വലിയ അബദ്ധമായോ? ഈ ആക്രമണങ്ങൾ ഇറാനുണ്ടാക്കിയ നഷ്ടങ്ങളെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈയൊരു താരതമ്യം നോക്കിയാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാവും. ഇറാൻ വലിയ റിസ്ക് എടുത്ത് ആക്രമിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ റിസ്ക് കുറച്ച പ്രതിരോധത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവരുടെ ലക്ഷ്യങ്ങളും സഖ്യകക്ഷികളും വരെ തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ വിരോധാഭാസം, അല്ലെങ്കിൽ ക്രൂരമായ തമാശ എന്നു തന്നെ പറയാം. ഇറാൻ ആക്രമിക്കുന്നത് അവരുടെ ശത്രുക്കളെയല്ല, മറിച്ച് തങ്ങളുടെ ഏറ്റവും അടുത്ത സാമ്പത്തിക നയതന്ത്ര പങ്കാളികളെയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, $28 ബില്യൺ, അത്രയും വലിയൊരു വ്യാപാര ബന്ധമാണ് UAEയുമായി ഇറാനുണ്ടായിരുന്നത്. അമേരിക്കൻ ഉപരോധങ്ങൾക്കിടയിൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയത് ഒരു പരിധിവരെ ഈ രാജ്യങ്ങളായിരുന്നു. ആ ബന്ധമാണവരിപ്പോൾ ഇല്ലാതാക്കുന്നത്. സാമ്പത്തികമായി മാത്രമല്ല, നയതന്ത്രപരമായും ഇറാൻ സ്വയം കുഴിച്ച കുഴിയിൽ വീഴുകയാണ്. ഒരു മുതിർന്ന ഗൾഫ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ, അറബ് ലോകത്ത് അവർക്കുണ്ടായിരുന്ന എല്ലാ നല്ല പേരും അവർക്ക് നഷ്ടമായി.
വർഷങ്ങളായി കെട്ടിപ്പടുത്ത വിശ്വാസമാണ് അവർ ഇല്ലാതാക്കിയത്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? രണ്ടു കൂട്ടരും അവരവരുടെ രീതിയിൽ ശരിയാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഈ രണ്ട് തന്ത്രങ്ങളും നേർക്കുനേർ വരികയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉത്തരം കിട്ടുന്നുണ്ടല്ലേ? രണ്ടു കൂട്ടരുടെയും പ്രവൃത്തികൾ അവരുടെ സ്വന്തം കാഴ്ചപ്പാടിൽ തികച്ചും യുക്തിസഹമാണ്. ഇറാൻ തങ്ങളുടെ നിലനിൽപ്പിനായി കുഴപ്പങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിനായി സമാധാനം നിലനിർത്താൻ ശ്രമിക്കുന്നു. രണ്ടും അതിജീവനത്തിലുള്ള തന്ത്രങ്ങളാണ്, പക്ഷേ രണ്ടു വഴികളിലൂടെ. എന്നാൽ അവസാനം നോക്കുമ്പോൾ ഇറാൻ ഒരു തന്ത്രപരമായ മണ്ടത്തരമാണ് കാണിച്ചത് എന്ന് തന്നെ പറയേണ്ടിവരും. ഗൾഫ് രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്നത് എന്താണോ, ആ വലിയ യുദ്ധത്തിലേക്ക് ഇറാൻ തന്നെ അവരെ തള്ളിവിട്ടിരിക്കുകയാണ്. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മുന്നിലൊരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ ഈ സംയമനം ഒരു തന്ത്രമാണ്, ശരിയാണ്. പക്ഷേ ഈ ആക്രമണങ്ങൾ ഇങ്ങനെ തുടർന്നാൽ അവരുടെ ക്ഷമ എത്ര കാലം പിടിച്ചു നിൽക്കും? ആ സംയമനം തകർന്നാൽ ഈ പ്രതിസന്ധിയുടെ ഭാവി എന്തായിരിക്കും?